അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ചരിത്രാന്വേഷണങ്ങളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. നൂറ്റാണ്ടുകളായി സമാധാനത്തിലും തനതായ ആത്മീയ സംസ്കാരത്തിലും ജീവിച്ചു പോന്നിരുന്ന ഒരു സമൂഹമാണ് കേരളീയ സുന്നി സമൂഹം. പണ്ഡിത വരേണ്യരുടെ നേതൃത്വത്തിന് കീഴിലായി ആത്മീയതയെ തൊട്ടറിഞ്ഞൊരു ജീവിതമായിരുന്നു അവരുടേത്. ഈ ഒരു സമാധാനാന്തരീക്ഷത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ടാണ് വഹാബിസവും തബ്ലീഗിസവും മൗദൂദിസവും ഒക്കെ കേരളത്തിൽ വ്യാപിക്കുന്നത്. നാം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 1921 ശേഷമുള്ള കാലഘട്ടം, മലബാർ കലാപത്തിന് ശേഷമുള്ള ആ കാലഘട്ടം മുസ്ലിം സമൂഹം വലിയ രീതിയിൽ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തകർച്ച അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് വഹാബിസം കേരളത്തിൽ സജീവമാകുന്നത്. സൗദി അറേബ്യയിലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇവിടെ വഹാബിസം വേരൂന്നുന്നത്. അങ്ങനെ കൊടുങ്ങല്ലൂരിലെ ഏറിയാട് കേന്ദ്രീകരിച്ച് 1921 ഇതിൻ്റെ ആദ്യ രൂപം നിലവിൽ വരികയുണ്ടായി. ഈ ഐക്യസംഘം മുസ്ലിങ്ങളുടെ ആചാരങ്ങളെയും ആദർശങ്ങളെയും ശക്തമായി എതിർത്തു. മാത്രമല്ല, അവരുടെ തനതായ ആത്മീയ പാരമ്പര്യത്തെ സമൂഹമധ്യത്തിൽ അപകീർത്തിപ്പെടുത്താനോ പണ്ഡിത മഹത്തുക്കളെ വിമർശിക്കാനും ഇവർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. മൺമറഞ്ഞുപോയ മഹത്തുക്കളോട് ആദരവ് പ്രകടിപ്പിക്കുന്നതും മൗലിദുകളും തവസ്സലുകളും ഇസ്തിഗാസകളും നേർച്ചകളുമൊക്കെ ശിർക്കായി പറഞ്ഞു വരുത്തുകയും ചെയ്തു. അപ്പോൾ ഇതിനെയൊക്കെ പ്രതിരോധിക്കാനായി 1921 പണ്ഡിതരുടെ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു, സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. സമസ്തക്ക് മറ്റു പല ലക്ഷ്യങ്ങളുമുണ്ട് രൂപീകരണത്തിന് പിന്നിൽ, പക്ഷേ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു ഈ നൂതന ചിന്താഗതികളെ ചെറുക്കുക എന്നത്. ഇതിന് സമാനമായി 1940-കളിൽ അബുൽ അല മൗദൂദി രൂപം നൽകിയ മറ്റൊരു സംഘടനയാണ് മൗദൂദിസം. വഹാബിസം മുസ്ലിമീങ്ങളുടെ ആചാരത്തിലാണ് കൈവച്ചതെങ്കിൽ ഈ മൗദൂദിസം പ്രധാനമായും ലക്ഷ്യം വെച്ചത് മുസ്ലിമീങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെയായിരുന്നു. ഇസ്ലാമിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഭരണകൂടം സ്ഥാപിക്കുക എന്ന അപകടകരമായ ചിന്തയാണ് മൗദൂദിസം മുന്നോട്ട് വെച്ചത്. തീർത്തും അപക്വമായൊരു നിലപാടാണ്. അതെ, കാരണം ഇന്ത്യയെ പോലൊരു മതേതരത്വ രാജ്യത്ത് സ്വാഭാവികമായും ജനാധിപത്യ ഭരണകൂടവും വോട്ടിംഗ് സമ്പ്രദായവും കോടതികളും ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും. ഇതിനോടനുബന്ധമായിട്ട് തന്നെ കേരളത്തിൽ ഈ മൗദൂദിസം വേരൂന്നുന്നത് VP മുഹമ്മദ് അലി അഥവാ ഹാജി സാഹിബ് എന്ന വ്യക്തിയിലൂടെയാണ്. 1948 കോഴിക്കോട്ടെ വളയനാട് വെച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകം ഔദ്യോഗികമായി രൂപീകൃതമായി. ചുരുക്കി പറഞ്ഞാൽ സുന്നി പാരമ്പര്യ സമൂഹം മതസൗഹാർദ്ദത്തോടെയും രാജ്യസ്നേഹത്തോടെയും ജീവിച്ചു പോരുന്നതിനിടയിലേക്കാണ് മതരാഷ്ട്രവാദത്തിൻ്റെ വിത്തുവാകാൻ വേണ്ടി മൗദൂദിസം കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ പാരമ്പര്യ സുന്നി സമൂഹത്തിലെ വിദ്യാസമ്പന്നരായ അഥവാ മതപരമായിട്ട് കാഴ്ചപ്പാടില്ലെങ്കിലും വിദ്യാസമ്പന്നരായ യുവാക്കളെ അവർ തന്ത്രപരമായി വലയിലാക്കുകയും ചെയ്തു എന്നത് നമ്മൾ ഗൗരവമായി തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായിക്കൊണ്ടായിരുന്നു തബ്ലീഗ് ജമാഅത്തിൻ്റെ ശൈലി. അഥവാ 1950-കളിൽ രൂപീകൃതമായ ഒരു പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത്. ഉത്തരേന്ത്യയിലെ ഇല്യാസ് കന്ദലവിയാണ് ഇതിന് രൂപം നൽകുന്നത്. ഇവരുടെ ഒരു ശൈലി എന്തെന്ന് വെച്ചാൽ പൊള്ളയായ കെട്ടും മട്ടും മാതിരിയുമൊക്കെ കാണിച്ചുകൊണ്ട് വിശ്വാസികളെ ആകർഷിച്ചെടുക്കാൻ ഇവർ പരമാവധി ശ്രമിച്ചു. എന്നാൽ പട്ടിൽ പൊതിഞ്ഞ പാഷാണം എന്ന ഒരു ആ പ്രയോഗം മുൻനിർത്തിക്കൊണ്ട് പണ്ഡിത മഹത്തുക്കൾ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും ഈ ഒരു അപകടകരമായ ഈ ചിന്താധാര തുടച്ചു നീക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. ചരിത്രം പരിശോധിച്ചാൽ ഈ പ്രസ്ഥാനങ്ങളൊക്കെയും മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യത്തെ തകർക്കാനാണ് സഹായിച്ചത്. ഒരുപാട് ഭിന്നിപ്പുകളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഈ ഭിന്നിപ്പുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്നും കേരള സമൂഹത്തിൽ വൻഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹം ഇപ്പോഴും ഉണ്ടെന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വലിയ സവിശേഷതയാണ്. കാലം മാറിയാലും മറക്കാത്ത വേരുകളുള്ള പാരമ്പര്യത്തിൻ്റെ കരുത്തിലാണ് നാളെയുടെയും പ്രതീക്ഷ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും.